ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പാട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടുള്ള അപ്പാണ്. ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പും നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലാണ് അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെറുതെ ഉപ്പ് മാത്രം ഇട്ട് കലക്കിയിട്ട് അപ്പം ചൂടാം, പക്ഷേ അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മാവ് കലക്കിയെടുക്കണം. ഇച്ചിരി അത്യാവശ്യം ലൂസാക്കി തന്നെയാണ് ഞാൻ കലക്കിയിട്ടുള്ളത്. ചിലർ നല്ല കട്ടിക്കും ചുട്ടെടുക്കണമുണ്ട്. ഞാൻ പക്ഷേ ലൂസാക്കി കനം കുറഞ്ഞ അപ്പം കഴിക്കുമ്പോഴാട്ടോ ഒരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കിയിട്ട് അപ്പം മറിച്ചിടാൻ പോകുമ്പോഴാണ് അതിപ്പോൾ പൊട്ടിപ്പോകും പോലെ തോന്നണത് കേട്ടോ, അല്ലാതെ അത് മറിച്ചിടാനായിട്ട് പാടൊന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. പിന്നെ ഇതിന് കറിയായിട്ട് മുട്ട ഉണ്ടായി, അപ്പോൾ മുട്ടക്കറിയാണ് വയ്ക്കണത്. അങ്ങനെ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 മീൻ ഉണ്ട്. അത് കിളിമീനും പിന്നെ കൊഴുവയാട്ടോ കിട്ടിയത്. അപ്പോൾ ഉച്ചയ്ക്ക് അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് അതൊക്കെ ക്ലീൻ ആക്കാനായിട്ട് പോകണം. പിന്നെ ഞാനിവിടെ ആയിക്കൊണ്ടിരിക്കുന്ന മുഷിഞ്ഞ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് കഴുകി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിറകടുപ്പ് കത്തിച്ചിട്ട് അവിടെ തന്നെ ചോറും റെഡിയാക്കാനായിട്ട് അതും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഈ അപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യും. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീൻ ക്ലീൻ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വേവിക്കാൻ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതും വെന്ത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കിളിമീനെല്ലാം മസാല പുരട്ടി മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ വീണ്ടും കൊഴുവയിട്ടിട്ട് അതും മസാല പുരട്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഫ്രൈ ചെയ്യണുള്ളൂ, ചാറുകറി ഉണ്ടാക്കണില്ല. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വറുത്തിട്ടിട്ട് പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചോറ് റെഡി ആവാൻ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. മീനിൽ മസാല പിടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതിനും ചാറുകറിയായിട്ട് വയ്ക്കണത് പരിപ്പാട്ടോ. പരിപ്പും അതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പിണ്ടിയും പരിപ്പ് കറി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ ബാലൻസ് വേവിച്ച കുറച്ച് പിണ്ടി ഇരിപ്പുണ്ടായി. അപ്പോൾ അതിന് ഒരു തോരനാക്കി എടുക്കുകയാണ്, അത് കളയണ്ടല്ലോ. അപ്പോൾ അത് തോരനാക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നുമില്ല കേട്ടോ, സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച പിണ്ടി ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. പിന്നെ അതിലേക്ക് തേങ്ങയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി എടുക്കുകയാണ്. അങ്ങനെ മീൻ ഫ്രൈ ചെയ്തതും പിണ്ടി തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പരിപ്പ് കറി അപ്പുറത്ത് റെഡിയാക്കിയായിരുന്നു. അത് മാറ്റിയപ്പോൾ ഞാൻ അവിടേക്ക് കുറച്ച് കൊഴുവയും കൂടി ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ, പിള്ളേരൊക്കെ കളിക്കണയാണ്. അപ്പോൾ എൻ്റെ ഇളയ ബ്രദറിൻ്റെ 2 കുട്ടികൾ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ജ്യേഷ്ഠൻ്റെ മോളും എല്ലാവരും കൂടി കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്ക് നനയ്ക്കാനായിട്ട് മോളിൽ പോകണം. അപ്പോൾ അതിനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായി, ഇത് കറി വയ്ക്കുമോയെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ വിചാരം ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആ ഞൊട്ടാഞ്ഞൊടിയൻ്റെ തയ്യ്. അപ്പോൾ ഇതിൽ കായ ഉണ്ടായി വരുമ്പോൾ തന്നെ ഇതിങ്ങനെ പച്ച കളറിലായിട്ടായിരിക്കും കേട്ടോ. അത് പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്വർണ്ണ കളറാവും. അപ്പോൾ ഇത് പഴുക്കുമ്പോൾ ഈ ഗോൾഡൻ കളർ ആവണോണ്ടായിരിക്കും ഇതിനെ ഗോൾഡൻ ബെറി എന്ന് പറയണത്. നമ്മളെന്തായാലും ഇതിനെ ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഏത് പറമ്പിലും കാണാമായിരുന്നു, പുഴവക്കത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും.
അപ്പോൾ നമ്മളതിങ്ങനെ കാണുമ്പോൾ പറിച്ച് ഇങ്ങനെ കഴിക്കും. കറിയൊന്നും വയ്ക്കുകയൊന്നുമില്ല. ഇത് നല്ലൊരു മരുന്നാണ്. ഇതിൻ്റെ ചെറിയ ടൈപ്പും ഉണ്ട്, വലിയ ടൈപ്പും ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാടൻ വലിയ ടൈപ്പാണ്, ചെറുതുമുണ്ട്. പിന്നെ ഇപ്പോൾ തായ്ലാൻഡ് വെറൈറ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇലകളും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു തൈ ഇവിടെ ഉണ്ട്, ഞാനത് പിടിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് വേറെ മോഡലാണ്. അതിൻ്റെ പഴവും നല്ല വലിപ്പമാണ്, അതിന് നല്ല മധുരമാണ്. നമ്മുടെ ഈ നാടൻ കായ്കൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചവർപ്പും പുളിപ്പും മധുരവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ അരികളായിരിക്കും, ഈ വഴുതനങ്ങയുടെ ഉള്ളിലത്തെ അരി പോലത്തെ ചെറിയ അരികളായിരിക്കും. അത് നമ്മളിങ്ങനെ വായിലിട്ട് കടിച്ച് പഞ്ചസാര പോലെ ഇങ്ങനെ അലിയിച്ച് അതങ്ങോട്ട് കഴിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ സ്കൂളിൽ ഒക്കെ പോകുമ്പോൾ കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ പറിച്ച് അപ്പം തന്നെ കഴിച്ച് അങ്ങനെ പോണതാണ്. അപ്പോൾ ആ ബാല്യകാലത്തിൽ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇത് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ അറിയാത്ത നമ്മുടെ ഒരു ഫ്രണ്ട് അപ്പോൾ കമൻറ്റ് ഇട്ട് ചോദിച്ചു ഇത് കറി വയ്ക്കുമെന്ന്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഇതാ പഴുത്തതെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോ കാണിക്കാൻ വേണ്ടി തന്നെ ഇത് പഴുത്തപ്പോൾ പറിക്കാതെ നിർത്തിയതാണ്. അല്ലെങ്കിൽ ഞാനിത് ഓരോന്ന് പഴുത്തത് കാണുമ്പോൾ ഞാനും പിള്ളേരും കാണുമ്പോൾ കാണുന്നവർ പറിച്ച് കഴിക്കലാണ്. അപ്പോൾ ഞാനിത് പറിച്ചിട്ട് പിള്ളേരുടെ അടുത്ത് പറിക്കല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടി നിർത്തിയതാട്ടോ ഇത്. അപ്പോൾ കണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും, അതങ്ങനെ തന്നെ കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിന് മാർക്കറ്റിൽ ഭയങ്കര റേറ്റാണ്. ഇതൊരു ഭയങ്കര ആൻറ്റി ഓക്സിഡൻറ്റും ക്യാൻസറിനെതിരെയൊക്കെ നല്ല പ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്.